41 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരാഗ്രഹം സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഒരേ ക്ഷേത്രത്തിൽ നിലകൊള്ളുന്ന ഒരു ക്ഷേത്രം കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്കറിയാം? ഒരു ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആയിരക്കണക്കിന് നാളികേരങ്ങൾ കെട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2 ആഞ്ജനേയ വിഗ്രഹങ്ങൾ, 7 മുഖങ്ങൾ, ഒരേ ഒരു ക്ഷേത്രം. ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്രം, ശ്രീ പാതാള പഞ്ചമുഖ ആഞ്ജനേയ ക്ഷേത്രം. നമസ്കാരം. ചെമ്പകം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിലെ ദേശം എന്ന സ്ഥലത്തുള്ള അതീവ വിശിഷ്ടമായ ശ്രീ ദത്ത ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിലേക്കും അതിനോട് ചേർന്നുള്ള പാതാള പഞ്ചമുഖ ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിലേക്കുമാണ്. പെരിയാർ നദീതീരത്തിൻ്റെ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഭക്തർക്കിടയിൽ ഏറെ പ്രശസ്തമാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ഇവിടെ ദർശനത്തിനായി എത്തുന്നത്. ഈ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത് അവധൂത ദത്തപീഠത്തിൻ്റെ ആചാര്യനായ ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമിജിയുടെ അനുഗ്രഹത്തോടെയാണ്. ആദ്യം ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത് സിദ്ധരാജ ദത്താത്രേയ സ്വാമിയാണ്. പിന്നീട് കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിയുടെ പ്രതിഷ്ഠ നടന്നതോടെ ഈ ക്ഷേത്രം ദത്ത ആഞ്ജനേയ ക്ഷേത്രം എന്ന പേരിൽ പ്രശസ്തമായി. ശ്രീരാമൻ, സീതാദേവി, ലക്ഷ്മണൻ എന്നിവരുടെ സാന്നിധ്യം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. കൂടാതെ നവഗ്രഹങ്ങളും നാഗദേവതാ പ്രതിഷ്ഠകളും ഇവിടെ ഉണ്ട് കേട്ടോ. ഗണപതി ഹോമം, തൈലാഭിഷേകം, സുഗന്ധ തൈല ദീപം, മൃത്യുഞ്ജയ ഹോമം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമി സന്നിധിയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള കാര്യസിദ്ധി പൂജയുണ്ട്. നാളികേരം കൊണ്ട് ഇഷ്ടകാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി 41 ദിവസം വ്രതമെടുത്ത് നാളികേരം ഇവിടെ കെട്ടി ആ കെട്ടിയ നാളികേരം ഉപയോഗിച്ച് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടകാര്യം നടക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസവും അത് തന്നെയാണ് സത്യവും. ഇവിടെ ഹനുമാൻ സ്വാമി പാതാളത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അധികം ആരും കണ്ടിട്ടില്ലാത്ത അത്യപൂർവമായ ഒരു സ്ഥലം, 5 മുഖങ്ങളുള്ള പാതാള ആഞ്ജനേയ സ്വാമി. ഭൂനിരപ്പിന് താഴെയായി നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ അപൂർവമായ ആഞ്ജനേയ സന്നിധികളിൽ ഒന്നാണ്. പടികളിറങ്ങി താഴേക്ക് പോകുമ്പോൾ തന്നെ ഭക്തിയുടെ ഒരു പ്രത്യേക അനുഭവം മനസ്സിൽ നിറയും. പഞ്ചമുഖ ആഞ്ജനേയൻ എന്നത് ഹനുമാന്റെ 5 ദിവ്യമുഖങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ആഞ്ജനേയ മുഖം ധൈര്യത്തിൻ്റെയും ഭക്തിയുടെയും പ്രതീകമാണ്. നരസിംഹമുഖം ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്ന ശക്തിയാണ്. ഗരുഡമുഖം സർപ്പദോഷങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നു. വരാഹമുഖം ഐശ്വര്യത്തിൻ്റെയും ഭൂമിയുടെ അനുഗ്രഹത്തിൻ്റെയും പ്രതീകമാണ്. ഹയഗ്രീവമുഖം ജ്ഞാനത്തിൻ്റെയും വിദ്യയുടെയും പ്രതീകത്തെ സൂചിപ്പിക്കുന്നു. ഈ 5 ദിവ്യശക്തികളും ഒരുമിച്ച് അനുഗ്രഹം നൽകുന്ന സവിശേഷ രൂപമാണ് പഞ്ചമുഖ ആഞ്ജനേയൻ എന്നാണ് വിശ്വാസം. ശത്രുദോഷം, കൺദോഷം, ബാധാദോഷം എന്നിവയ്ക്ക് പാതാള ആഞ്ജനേയ സ്വാമിക്ക് വളരെ വിശേഷപ്പെട്ടൊരു വഴിപാടുണ്ട്. ഉപ്പ്, കുരുമുളക്, ഇരുമ്പ്, ചെമ്പ് കൊണ്ടുള്ള ആൾരൂപം എന്നിവ ചേർത്ത് 3 പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കണം. അതിനുശേഷം ഇവിടുന്ന് തരുന്ന എള്ളുതിരി 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് ഭഗവാന്റെ മുന്നിൽ കത്തിക്കണം. ചൊവ്വ, ശനി ഇവിടെ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആലുവയിലെത്തുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ആത്മീയ കേന്ദ്രമാണ് ഈ ക്ഷേത്രം. ശാന്തതയും ഭക്തിയും ഒരുപോലെ അനുഭവിക്കാവുന്ന മനോഹരമായ സ്ഥലമാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. ഇതുപോലുള്ള കൂടുതൽ ക്ഷേത്രങ്ങളും യാത്രാ വിശേഷങ്ങളും കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യൂ. മറ്റൊരു യാത്രാ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം.